ബംഗാളിൽ ശക്തമായിട്ടുള്ള വിജയമാണ് ബി ജെ പി നേടിയത്. ബംഗാളിൽ 200 സീറ്റിന് മുകളിൽ ബി ജെ പി നേടുമെന്നായപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള കോളിളക്കമാണ് ബംഗാളിന്റെ പല പല ഗലികളിലും പല പല വീതികളിലും സംഭവിച്ചത്. ഈ വീതികളിൽ നിന്നെല്ലാം തന്നെ ബംഗ്ലാദേശികൾ കൂട്ടത്തോടെ കുടിയിറങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ആദ്യം തന്നെ പുറത്തു വന്നിരുന്നു. ഇതിനുശേഷം വന്ന റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാളിൽ ബി ജെ പി അവിടെയുള്ള TMC ഗുണ്ടകൾക്ക് കൊടുത്ത വലിയ മുന്നറിയിപ്പാണ്. TMC ഗുണ്ടകളോട് ബി ജെ പി അടക്കം പറഞ്ഞത്, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്, നിങ്ങൾ 4-ാം തീയതിക്ക് മുൻപ് കീഴടങ്ങിക്കൊള്ളണം എന്നുള്ളതാണ്. അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് പറഞ്ഞപ്പോൾ മമതാ ബാനർജി ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം അമിത്ഷായുടെ ആ ഒരു കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് വന്നു. അമിത്ഷാ പറഞ്ഞത് നിങ്ങളെ തലകീഴായി കെട്ടിത്തൂക്കും എന്നാണ്. അതായത് നരേന്ദ്രമോദിയുടെ ഒരു മയമൊന്നും അമിത്ഷാക്കില്ലായിരുന്നു. അമിത്ഷാ കൃത്യമായി ഇത് പറയുകയും ചെയ്തു. അതിനുശേഷം ബംഗാളിൽ വലിയ രീതിയിലുള്ള ആക്രമണത്തിന് ഇവർ കോപ്പുകൂട്ടി. പക്ഷേ സംസ്ഥാനത്തെ 7 ക്ലസ്റ്ററുകളായി തിരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രവർത്തനം തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീം കോടതിയും അടക്കം അവിടെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിനുശേഷം അവിടെ നിന്നും ക്രൂഡ് ബോംബുകൾ ഇവർ ബൂത്തുകളിൽ പൊട്ടിക്കാൻ വെച്ചിരുന്ന ക്രൂഡ് ബോംബുകൾ കണ്ടെടുത്തു. എല്ലാത്തിനും ശേഷം ബംഗാളിൽ പല പല സ്ഥലങ്ങളിൽ വ്യാപകമായിട്ടുള്ള ആക്രമണം നടത്താൻ ഇവർ ശ്രമം നടത്തിയെങ്കിലും അതൊക്കെ ചെറിയ ചെറിയ ആക്രമണങ്ങളായി മാറിപ്പോകുന്ന ഈ പോളിംഗ് നടക്കുമ്പോൾ ഒരു മരണം പോലും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരു തിരഞ്ഞെടുപ്പായി കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് മാറി. അതായത് ബി ജെ പി ജയിച്ച ഈ തിരഞ്ഞെടുപ്പ് മാറി. അതിനുശേഷമാണ് ഇപ്പോൾ ബി ജെ പി വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ ബംഗാളിലുള്ള ഗുണ്ടകളെ പലരെയും കാണാനില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഗുണ്ടകൾ പലരും നാടുവിടുകയോ അല്ലെങ്കിൽ ഗുണ്ടകൾ പലരും സംസ്ഥാനം വിട്ടു പോവുകയോ അല്ലെങ്കിൽ ഗുണ്ടകൾ ഇനിയിപ്പോ ബംഗ്ലാദേശിലേക്ക് കടന്നു വന്നു പോലുള്ള സംശയമാണുള്ളത്. എന്തായിരുന്നാലും മറ്റ് ആൾക്കാർക്കുള്ള ഒരു പ്രധാനപ്പെട്ട കൺസേൺ, അതായത് ബി ജെ പി ഭരിക്കുന്ന ബംഗാളിൽ നിന്ന് ഗുണ്ടകൾ ഇനി കേരളത്തിലേക്ക് എങ്ങാനും വരുമോ എന്നുള്ളതാണ്. കാരണം കേരളത്തിൽ ബംഗാളികൾക്ക് നല്ല സ്കോപ്പാണ് എന്നുള്ളത് കൊണ്ടാണ് അവിടെ നിന്നും ബംഗാളികൾ ഇങ്ങോട്ടേക്ക് വരുമെന്ന് ന്യായമായും പല ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ സംശയം പ്രകടിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.